എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അങ്കമാലി സെയിൻറ്റ് ജോർജ് ബസിലിക്ക ദേവാലയത്തിൻ്റെ മുൻപിലാണ്. ഈ ബസിലിക്ക ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളും പുതുഞായറാഴ്ച തിരുനാളും സംയുക്തമായി ആഘോഷിക്കുന്നതിൻ്റെ ആഘോഷ പരിപാടികളിലേക്കും തിരുക്കർമ്മങ്ങളിലേക്കുമാണ് നമ്മളിന്ന് പ്രവേശിക്കുന്നത്. എറണാകുളം അങ്കമാലി ഈ സെയിൻറ്റ് ജോർജ് ബസിലിക്ക ദേവാലയം പല പ്രാവശ്യം നവീകരണങ്ങൾ നടന്നിട്ടുണ്ട്. 1790 ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തിൽ തകർന്നു പോയിട്ടുള്ള ദേവാലയമാണ്. അങ്ങനെ വിവിധ കാലഘട്ടങ്ങളിലൂടെ നവീകരണ പ്രവർത്തനങ്ങളിലൂടെ പുനർനവീകരിക്കപ്പെട്ട ദേവാലയമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ബസിലിക്ക ദേവാലയം. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളുകളിൽ ഒന്നാണ് വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളും അതുപോലെ തന്നെ ഈ പുതുഞായറാഴ്ച തിരുനാളും. പണ്ടുകാലങ്ങളിൽ ശ്രീലങ്കയിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും കൊടുങ്ങല്ലൂർ ദേശങ്ങളിൽ നിന്നുമെല്ലാം ധാരാളം ആളുകൾ ഈ ദേവാലയത്തിൽ ഈ തിരുനാളാഘോഷങ്ങളിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരുന്നു. അപ്പോൾ പാണ്ഡ്യനാടുകളിൽ നിന്ന് വരുന്നിട്ടുള്ള ആളുകൾ മലയാറ്റൂർ പോയി മലയാറ്റൂർ തിരുനാൾ പങ്കെടുത്ത് അതിനുശേഷം അവിടെ പുതുഞായറാഴ്ച തോമാശ്ലീഹായുടെ തിരുനാളിലും പങ്കെടുത്ത് അവിടുന്ന് വരുന്ന വഴി ഈ ദേവാലയത്തിൽ വന്ന് നേർച്ചയിട്ട് ഇവിടുത്തെ തിരുക്കർമ്മങ്ങളിലും പങ്കെടുക്കുന്ന ഒരു പതിവ് പാരമ്പര്യമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പുതുഞായറാഴ്ചത്തെ തിരുനാൾ ഇവിടെ തിങ്കളാഴ്ചയായിട്ടാണ് കൊണ്ടാടുക. കാരണം ഈ ആളുകളെല്ലാം വന്ന് ചേരുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണിത്. അപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്നും അതുപോലെ തന്നെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകൾ ഈ തിരുനാളാഘോഷങ്ങളിൽ പങ്കെടുക്കാനായിട്ട് ഈ ദേവാലയത്തിൽ എത്തിച്ചേരുന്നുണ്ട്. നമുക്കേതായാലും ദേവാലയത്തിനകത്ത് ഒന്ന് പ്രവേശിക്കാം. അതിനുശേഷം ഇടവക വികാരിയെ കാണാം, കൂടുതൽ കാര്യങ്ങളെ തിരിച്ചറിയാം. ബസിലിക്ക ദേവാലയത്തിൻ്റെ വികാരിയും റക്ടറുമായ റവറൻ ഫാദർ ലൂക്കോസ് കുന്നത്തൂരച്ചൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. അച്ഛാ, ഈ പുതുഞായറാഴ്ച തിരുനാളിൻ്റെയും ഗീവർഗീസ് സഹദായുടെ ഈ തിരുനാളിൻ്റെയും ഒക്കെ ഒരു പ്രത്യേകതയും സവിശേഷതയും എന്താണ്? പലതുകൊണ്ടും സവിശേഷതയാർന്ന ഒരു തിരുനാളാണ് അങ്കമാലി ബസിലിക്ക ദേവാലയത്തോടനുബന്ധിച്ച് ഇപ്പോൾ നടക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അതിപുരാതന ദേവാലയമാണ് അങ്കമാലിയിലെ ബസിലിക്ക ദേവാലയം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ആരംഭിച്ച വിശ്വാസ സമൂഹത്തിൻ്റെ ഈ ആരാധനാ കേന്ദ്രം കാലഘട്ടത്തിനനുസരിച്ച് നവീകരിക്കപ്പെടുകയും പുതുക്കിപ്പണിയുകയും ചെയ്തിട്ടുണ്ട്. 2009 ഈ ദേവാലയം ബസിലിക്ക ദേവാലയമായിട്ട് ഉയർത്തിക്കൊണ്ട് കേരളത്തിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ദേവാലയമായി ഇതിനെ പരിശുദ്ധ സിംഹാസനം ഉയർത്തുകയുണ്ടായി. അതിനുശേഷം ഈ തിരുനാൾ കുറേ കൂടി മെച്ചമായ രീതിയിൽ നടത്തുവാനായിട്ട് ഇടവരുന്നുണ്ട്. കാരണം ധാരാളം ഭക്തജനങ്ങൾ ഈ ദേവാലയത്തോടനുബന്ധിച്ച് ഇവിടെ വന്ന് ആരാധന അർപ്പിച്ച് പ്രാർത്ഥനകൾ നടത്തി ഇതിൻ്റെ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. പുതുഞായറാഴ്ചയോടനുബന്ധിച്ച് ഈ തിരുനാൾ വരാനുള്ള കാരണം കൊടുങ്ങല്ലൂർ ആഴിക്കോട് വന്നിറങ്ങിയിരുന്ന ജനവിശ്വാസ സമൂഹം മലയാറ്റൂർക്ക് പോകുന്ന വഴിയിൽ ഇവിടെ വിശ്രമിക്കുകയും ഇവിടെ ശുശ്രൂഷകൾ സ്വീകരിച്ച് ഇവിടെ അടിമ വെച്ച് പ്രാർത്ഥിച്ച് കടന്നു പോവുകയും ചെയ്യുന്ന പതിവാണുള്ളത്. അപ്രകാരം ഈ വർഷത്തെ തിരുനാളിനോടനുബന്ധിച്ചും ആളുകൾ വന്ന് മലയാറ്റൂർക്ക് പോകുന്ന പ്രത്യേകത ദർശിക്കുവാൻ സാധിച്ചു. ഈ ദേവാലയത്തിൻ്റെ തിരുനാൾ ഏറ്റവും നന്നായിട്ട് നടത്താനായിട്ട് ഇവിടുത്തെ ഭക്തസംഘടനകളുടെയും ഇവിടുത്തെ ഇടവക ജനങ്ങളുടെയും പ്രതിനിധികളുടെ ഒരു കമ്മിറ്റി മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവർത്തനം ആരംഭിച്ചു. തിരുനാളിൻ്റെ കൊടി 2024 ഏപ്രിൽ മാസം 6-ാം തീയതി ഉയർത്തുകയുണ്ടായി. 7-8 തീയതികളിലാണ് പ്രധാന തിരുനാൾ ആഘോഷിക്കും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ 8-ാം ആഘോഷിക്കുന്ന 14-ാം തീയതിയാണ്. ഏതാണ്ട് 3200ഓളം വിശ്വാസ സമൂഹത്തിൻ്റെ കുടുംബങ്ങളുള്ള ഒരു ദേവാലയമാണിത്. 10,000കണക്കിന് ജനങ്ങൾ ഈ ദേവാലയത്തിൻ്റെ തിരുനാളാഘോഷത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് വളരെയേറെ സുദൃഢമായ ഒരു ആഘോഷത്തിൻ്റെ പ്രതീതിയാണ് ഇത് അതിൽ നിന്ന് ലഭിക്കാനിടവരിക. ഇവിടെ വന്നു പോകുന്ന എല്ലാവരും വീണ്ടും വീണ്ടും വരത്തക്ക രീതിയിലുള്ള ആത്മീയ അന്തരീക്ഷമാണ് ഈ ദേവാലയത്തിനുള്ളത്. ഈ ദേവാലയത്തിലെ ആഘോഷങ്ങളിൽ നാനാജാതി മതസ്ഥർ പങ്കെടുക്കുന്നു. 7-8 ആരംഭിച്ച തിരുനാൾ ഇനി അവസാനിക്കുന്ന 14-ാം തീയതി വരെയാണ്. ആ ദിനങ്ങളിലെല്ലാം വ്യത്യസ്തമായ പരിപാടികളോടുകൂടി എല്ലാ ദിവസവും ഈ ആഘോഷം തുടരുകയും 14-ാം തീയതി 8-ാം തിരുനാളോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്നു. ഈ പുണ്യസ്ഥലത്തേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു.
ഇതുവഴിയായിട്ട് എല്ലാവർക്കും ധാരാളമായ ആത്മീയ അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും തിരുനാൾ ആശംസകൾ നേരുകയും ചെയ്യുന്നു. ദേവാലയത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ചരിത്രത്തെക്കുറിച്ച് കൂടുതലായി പറയണമെന്ന് ഇല്ല. കാരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്രമാണ് വിശുദ്ധൻ്റേത്. AD 823 വിശുദ്ധൻ്റെ ജനനം. യുവാവായിരിക്കുന്ന സമയത്ത് പട്ടാളത്തിൽ ചേർന്നു. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഭരണകാലമാണ്. റോമിൻ്റെ ചക്രവർത്തിയായിട്ട് അദ്ദേഹം ഭരിക്കുന്നു. വലിയ മതപീഡനം നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ആ സമയത്ത്. ക്രിസ്തുവിന് വേണ്ടിയിട്ട് വലിയ ശക്തമായി പ്രവർത്തിച്ചിരുന്ന ഒരു യുവ സൈനികൻ കൂടിയായിരുന്നു വിശുദ്ധ ഗീവർഗീസ് എന്നുള്ള കാര്യം നമുക്കറിയാം. മതപീഡനം കൊടിയ രീതിയിൽ കൊണ്ടാടിയിരുന്ന ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ പ്രവർത്തനങ്ങൾക്ക് എതിരെ ശക്തമായി പോരാടിയിരുന്ന ഗീവർഗീസ് സഹദയെ അവസാനം തൻ്റെ ഇംഗിതത്തിന് വഴങ്ങാതിരിക്കുന്ന സമയത്ത് ശിരച്ഛേദം ചെയ്ത് വധിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ പാലസ്തീനയിലെ സെലേന രാജകുമാരിയെ ഘോരസർപ്പത്തിൽ നിന്ന് വിശുദ്ധൻ രക്ഷിക്കുന്ന കഥയിലെ വീരനായകൻ കൂടിയാണ് വിശുദ്ധ ഗീവർഗീസ്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൻ്റെ പാട്രൺ സെയിൻറ്റ് കൂടിയാണ് വിശുദ്ധ ഗീവർഗീസ് എന്നുള്ള കാര്യമെല്ലാം നമ്മുടെ പ്രേക്ഷകർക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. വിശുദ്ധൻ്റെ ഈ തിരുനാൾ ആഘോഷം ഈ ഇടവകയുടെ വലിയ ആഘോഷമാണ്. ഒപ്പം തന്നെ ഈ പുതുഞായർ തിരുനാളും. ഇപ്പോൾ ദേവാലയത്തിനകത്ത് തിരുനാളാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രസുതേന്തി വാഴ്ചയും അതിനുശേഷം ഇടവകയിൽ നിന്നുള്ള വൈദികരുടെ വിശുദ്ധ ബലിയർപ്പണവുമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. നമുക്ക് ആ കാഴ്ചയിലേക്ക് പ്രവേശിക്കാം. അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ മുൻ ചെയർമാനും മുൻ നിയമസഭാ സ്ഥാനാർത്ഥിയും ഇപ്പോൾ KTDCയുടെ ഡയറക്ടറും ഈ ബസിലിക്ക ദേവാലയത്തിൻ്റെ തിരുനാളാഘോഷ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറുമായ ശ്രീ ബെന്നി മൂഞ്ഞേലി ഇപ്പോൾ നമ്മോട് ഒപ്പം ചേരുകയാണ്. ഈ തിരുനാളാഘോഷത്തിൻ്റെ പ്രത്യേകതകളിൻ്റെ ഒരുക്കങ്ങൾ ഒക്കെ എവിടം വരെയായി, എന്തൊക്കെയാണ്? അങ്കമാലി സെൻറ്റ് ജോർജ് ബസിലിക്ക ദേവാലയത്തിലെ തിരുനാളാഘോഷം എല്ലാ കൊല്ലവും വളരെ ഭംഗിയായി വളരെ നല്ല അടുക്കും ചിട്ടയോടും കൂടി നടന്നു വരുന്നൊരു തിരുനാളാഘോഷമാണ്. 2024 തിരുനാളിന് എല്ലാ കൊല്ലങ്ങളെപ്പോലെ തന്നെ ദുഃഖ ശനിയാഴ്ച നൊവേന ആരംഭിച്ചു. ഇന്നലെ നൊവേന സമാപനമായിരുന്നു. ഇന്നും നാളെയുമായിട്ടാണ് തിരുനാൾ നടക്കുന്നത്. ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നിറഞ്ഞ ആളുകളുടെ വലിയ സാന്നിധ്യമുണ്ട്. എല്ലാ കൊല്ലവും ഉണ്ടാവാറുണ്ട്, പക്ഷേ അതിനേക്കാളൊക്കെ വളരെ നന്നായി കഴിഞ്ഞ 9 ദിവസവും നൊവേനയ്ക്കൊക്കെ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. പിന്നെ ആഘോഷങ്ങൾ ഓരോ കൊല്ലം ചെല്ലുന്തോറും അങ്കമാലിയിലെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 3200-ലധികം സ്ഥിരം ഇവിടുത്തെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ഒരു 500-ലധികം ആളുകൾ ഇവിടെ വന്ന് താമസിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ ഈ പള്ളിയുമായി വളരെ അടുത്ത് ഇടപഴകി പോകുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതാണ്ട് 4000-ന് അടുത്തോളം കുടുംബങ്ങളുണ്ട്. 54 കുടുംബ യൂണിറ്റുകളാണ് ഈ ദേവാലയത്തിൻ്റെ കുടുംബാംഗങ്ങളെ തിരിച്ച് നിർത്തുന്ന 54 യൂണിറ്റുകളാണുള്ളത്. ഈ 54 യൂണിറ്റുകളുടെ പ്രസിഡൻറ്റുമാരും സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളും ഒക്കെ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് നന്നായി ഈ തിരുനാൾ നടത്താനായിട്ട് സഹകരിക്കുന്നത്. ഏതാണ്ട് 30 ലക്ഷം രൂപയുടെ ചിലവ് വരുന്ന ഒരു തിരുനാളാണ്. അത് വളരെ നന്നായി തന്നെ നടന്ന് പോകുന്നുണ്ട്. ഈ വർഷവും അത് ഏറ്റവും നന്നായി നടത്താനായിട്ടുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. എല്ലാവരും ഞങ്ങളോടൊപ്പം നിന്ന് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഇടവകാംഗങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് വളരെ നന്നായിട്ടാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ. കാലാവസ്ഥയൊക്കെ അല്പം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ തന്നെ ആളുകളെല്ലാവരും വന്ന് നന്നായി സഹകരിക്കുന്നു. വിശുദ്ധൻ്റെ ഒരു വലിയ അനുഗ്രഹം ഈ നാട്ടിലെ ആളുകൾക്കൊക്കെ സാധ്യമായിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി വിശുദ്ധ ഗീവർഗീസിൻ്റെ മാധ്യസ്ഥം തേടി ആളുകൾ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിച്ചവർക്കൊക്കെ അനുഭവം ലഭിക്കാറുണ്ട്. അങ്കമാലി തിരുനാളിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് മുതൽ തമിഴ്നാട്ടിൽ നിന്ന് ഭക്തജനങ്ങൾ മലയാറ്റൂർ, അങ്കമാലി അങ്ങനെ 2 തീർത്ഥാടന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അതിനൊരു പൗരാണികത പറയുന്നത് അങ്കമാലി വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുസ്വരൂപത്തിൽ ഉണ്ടായിരുന്ന വടി, അതായത് ആ സ്വർണത്തിൻ്റെ വടി ഇവിടുന്ന് വിശ്വാസികളായിട്ടുള്ള തമിഴന്മാർ
അവരുടെ ദേവാലയത്തിലേക്ക് മൈലാപ്പൂർക്ക് അത് കൊണ്ടുപോയിട്ടുണ്ട് എന്ന ഒരു കഥ കാരണവന്മാർ പറഞ്ഞ് ഞാനൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ പണ്ട് ഒരു 50 വർഷം മുൻപ് അങ്കമാലി പള്ളിയിൽ ശനിയാഴ്ച വൈകുന്നേരവും ഞായറാഴ്ച പ്രദക്ഷിണം കയറിയിട്ടുള്ള സമയത്തും ഗീവർഗീസ് സഹദായിയുടെ പുറത്തിറക്കാത്തൊരു തിരുസ്വരൂപമുണ്ട്. പുറത്തിറക്കാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറക്കാറില്ല. ആ തിരുസ്വരൂപത്തിൻ്റെ മുൻപിൽ വന്ന് ഈ ഭൂതകൾ ബാധിച്ചിട്ടുള്ള സ്ത്രീകൾ വന്ന് മുടി അഴിച്ചിട്ട് അവിടെ വന്ന് നിന്ന് അലറി വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം പണ്ട് കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ അത് കാണുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു ക്രിസ്തീയ സഭ അത്തരത്തിലുള്ള ആചാരങ്ങളെ വിലക്കിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം. എന്നാൽ വളരെയധികം ആളുകൾ അന്നൊന്നും ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലാണ്, അന്നൊരിക്കലും ഞങ്ങളെയൊന്നും അമ്മയുടെ അല്ലെങ്കിൽ അപ്പൻ്റെ കൂടെ അല്ലാതെ അതും ആ സ്ഥലത്തേക്ക് കടത്തില്ല. ആ പള്ളിയുടെ പുറത്ത് നിന്ന് വെറുതെ ഒന്ന് കാണാനായിട്ടുള്ള ഒരു ഇതെനിക്കുണ്ടായിട്ടുണ്ട്. അതാണ് അത്രയും അധികം വിശ്വാസം ആളുകൾക്ക് ലഭ്യമായിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിന് ഉതകുന്ന തരത്തിൽ അവർക്ക് അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിൽ വലിയ ഒരു ശക്തിയുള്ള ഒരു തിരുസ്വരൂപമാണ് അങ്കമാലി പള്ളിയിലിരിക്കുന്ന വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ. അതുകൊണ്ട് തന്നെ നാനാജാതി മതസ്ഥർ 8 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ പരിപാടികളോട് കൂടിയിട്ടാണ് ഈ തവണ കാര്യങ്ങളൊക്കെ ആ പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 15 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ തിരുനാളാഘോഷ കമ്മിറ്റിയുടെ ട്രഷറർ ജിബി വർഗീസ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഈ തിരുനാളാഘോഷത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചിട്ട് എന്തൊക്കെയാണ് പറയാനുള്ളത്? ഈ വർഷം അങ്കമാലി സെൻറ്റ് ജോർജ് ബസിലിക്കയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ 15 ദിവസത്തെ വിവിധ ആഘോഷ പരിപാടികളോടെയാണ് കൊണ്ടാടുന്നത്. ഈ ഒരു തിരുനാളിൻ്റെ ഒരു പ്രത്യേകത, മലയാറ്റൂർ പോകുന്ന ഭക്തർ പഴയകാലം മുതലേ അങ്കമാലിയിൽ വിശുദ്ധ ഗീവർഗീസ് നടയിൽ വന്ന് നേർച്ചയിട്ടിട്ടാണ് മലയാറ്റൂർ മുത്തപ്പൻ്റെ അടുത്ത് പോകാറ് എന്നുള്ള ഒരു ഐതിഹ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം അതുകൊണ്ടാണ് പുതുഞായറും ഇവിടെ ഒരു തിരുനാളായിട്ട് ആഘോഷിക്കുന്നത്. ഇന്നാണ് പുതുഞായർ, നാളെയാണ് ഇടവക മധ്യസ്ഥൻ്റെ തിരുനാൾ. നാളെ മുതൽ 8-ാം വടം വരെയുള്ള ദിവസങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ഫെലോഷിപ്പിൻ്റെ പ്രോഗ്രാമുകളാണ്. 15,000-ഓളം വരുന്ന ഇടവക ജനങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് 15,000-ഓളം വരുന്ന ഇടവക ജനങ്ങളെ ഒരുമിച്ച് ചേർക്കുന്ന വ്യത്യസ്ത പരിപാടികളാണ് വിഭാവനം ചെയ്യുന്നത്. ബുധനാഴ്ച നൈപുണ്യ പൊങ്ങം കോളേജിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു തീം ഡിന്നറോട് കൂടിയിട്ട് ഈ വ്യത്യസ്ത പ്രോഗ്രാമുകൾ ആരംഭിക്കുകയാണ്. വ്യാഴാഴ്ച വിവിധ ഭക്തസംഘടനകളുടെ സംഗമവും അവരുടെ ആഘോഷ പരിപാടികളുമാണ്. വെള്ളിയാഴ്ച ഒരു അഖില കേരള തീം ഡാൻസ് കോമ്പറ്റീഷൻ, അതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ്. ഈ ഒരു പള്ളിയുടെ വേദിയിൽ വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പുകൾ ക്രിസ്ത്യൻ തീം ഡാൻസ് അവതരിപ്പിക്കുന്നു. ഒപ്പം ഒരു നാടൻ ഫുഡ് ഫെസ്റ്റിവലും. ശനിയാഴ്ച നമ്മുടെ കുട്ടികളുടെ ദിവസമാണ്. ഇടവകയിലെ എല്ലാ കുട്ടികളും ചേർന്ന് തിരുനാൾ ആഘോഷിക്കുന്നു. ഒപ്പം അന്നൊരു മ്യൂസിക്കൽ നൈറ്റും വിഭാവനം ചെയ്യുന്നുണ്ട്. ഞായറാഴ്ച ഇടവകയിലെ ഏതാണ്ട് 500ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന വലിയൊരു കലാസന്ധ്യയും വിഭാവനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു തിരുനാൾ മുതൽ 8-ാം വടം വരെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ, ദുഃഖശനിയാഴ്ച മുതൽ തിരുനാൾ വരെ ഭക്തിസാന്ദ്രമായ പരിപാടികളും, തിരുനാൾ മുതൽ 8-ാം വടം വരെ വ്യത്യസ്തമായിട്ടുള്ള കൂട്ടായ്മയുടെ പരിപാടികളുമാണ് വിഭാവനം ചെയ്യുന്നത്. ഇന്ന് പ്രദക്ഷിണം കയറിയതിനു ശേഷം മൂവാറ്റുപുഴ കുന്നലക്കാടൻസിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ശിങ്കാരി മ്യൂസിക്കൽ ഫ്യൂഷൻ ഉണ്ടാകും. ഒരു പ്രത്യേക ഒരു പരിപാടിയാണത്. അപ്പോൾ അത് നമ്മുടെ ഇടവക ജനങ്ങൾ ധാരാളം ആസ്വദിക്കുന്ന ഒരു പരിപാടി കൂടിയാണ്. ഏതാണ്ട് 50,000-ഓളം പേർ ഇന്നിവിടെ വരുമെന്നാണ് സംഘാടക സമിതി കണക്ക് കൂട്ടുന്നത്.
അങ്കമാലി എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. അങ്കമാലി കല്ലറയിൽ ഞങ്ങളുടെ സോദരരുണ്ടെങ്കിൽ കല്ലറയാണ് കട്ടായം, പകരം ഞങ്ങൾ ചോദിക്കും. 7 രക്തസാക്ഷികൾ 1959 നടന്ന വിമോചന സമരകാലത്ത് അങ്കമാലിയിൽ നടന്ന വെടിവയ്പിൽ 7 പേരാണ് കൊല്ലപ്പെട്ടത്. ആ രക്തസാക്ഷികളുടെ ഭൗതിക ശരീരമടക്കി ഇരിക്കുന്നത് അങ്കമാലി ഈ സെയിൻറ്റ് ജോർജ് ദേവാലയത്തിൻ്റെ സെമിത്തേരിയിലെ ഈ കല്ലറയിലാണ്. ആ കല്ലറയ്ക്ക് മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഐതിഹാസികമായ ഒരു സമരമായിരുന്നു. ആ ധീര രക്തസാക്ഷികൾ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടുത്തെ ഈ മണ്ണിലാണ്.